ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റോറിക്ക് പോവാം. ഹീറോ എങ്ങനെയാണ് ഹീറോയിനെ കണ്ടുമുട്ടുന്നത്, എങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് ലവ് സ്റ്റാർട്ടാകുന്ന സ്റ്റോറിയാണ്. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഹീറോ ഒരു ബിസിനസ് മാൻ ഗേൾ, അതെ, വി ഒരു റിച്ച് ബോയ് എന്ന നമ്പർ 1 ബിസിനസ് മോൻ, കൊറിയൻ ബോയ്. നമുക്ക് ഹീറോയ്ക്ക് എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? ഇത് കുറച്ച് ഏജ് ഗ്യാപ്പ് സ്റ്റോറിയാണ്. ഓക്കെ, സ്റ്റോറിക്ക് പോവാം. അനു, അമ്മ എന്ത് പറ്റി അമ്മ? അനു, എപ്പോൾ നോക്കുക ബിസിനസ് ഇരിക്കാം. അമ്മക്ക് ഇപ്പം എന്താ അമ്മക്ക് പ്രശ്നമോ? അനു, ഈ ഫോട്ടോ നോക്ക്, എന്നാ അച്ഛൻ ഫോട്ടോ അയച്ചിട്ടുണ്ടോ? ഇതിൽ ആരാണ് എനിക്ക് ഇഷ്ടപ്പെട്ട അവർ ഓക്കെ പറയും. അവനൊക്കെ ടെൻഷനായി. അമ്മ എത്ര പറഞ്ഞ് മനസ്സിലല്ല അമ്മ എനിക്ക്. ഇനി മേലെ മാരേജ് പറയാൻ പറ്റില്ല. എനിക്ക് ബിസിനസ് ട്രിപ്പ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട് കൂടെ എനിക്ക് ട്രിപ്പ് പോകാനുണ്ട്. എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ആരും ഇഷ്ടപ്പെട്ട അപ്പം ഞാൻ മാരേജ് കഴിക്കും. ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്നാ അവന് വഴക്ക് പറഞ്ഞവിടെ പോയാൽ ഇവളെ വെച്ച് എന്താ ഞാൻ ചെയ്യുക? തലേക്ക് അമ്മ കൈ വെച്ച. എത്ര പ്രായം, ഇപ്പോൾ കൊച്ചു കുട്ടിയാണ് അവള്, കല്യാണ പ്രായമായി എന്ന് അമ്മ തലേ കൈ വെച്ച്. ശരി, ഓക്കെ, ഇവർക്ക് കല്യാണമൊക്കെ പോകുന്ന ഏതാ? മാപ്പിള കൊടുന്ന എല്ലാം തെറിച്ചു കൂടാ ഇവളെ കണ്ടിട്ട്. ആരാ ഇവളെ കിട്ടുന്നത്, കെട്ടാൻ പോകുന്നത്? അവരെ എവിടെയുണ്ടോ എന്ന് അമ്മ ഓർക്കുക. നമുക്ക് ശരി, ഓക്കെ, നമുക്ക് പോവാം. അവിടെ ഇരുന്നിട്ട് കാറിൽ നല്ല സ്റ്റൈലായിട്ട് ഒരു ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങി വന്നായിരുന്നു, ബാഗ് ഇട്ടിട്ട്. വീൻ്റെ ഡാഡി പറയായിരുന്നു, എന്താ ഡാഡ്? ഇല്ലടാ, എപ്പോഴാ നെക്സ്റ്റ് എക്സാം എഴുതാമോ? ഡാഡ്, നെക്സ്റ്റ് എക്സാം ഇപ്പോൾ എക്സാം ആണ് ഡാഡ്. നെക്സ്റ്റ് ഫസ്റ്റ് ഇയർ കോളേജ് ഞാൻ ജോയിൻ ചെയ്യാൻ പോവാ. 12th ഇത് എഴുതി കഴിഞ്ഞു ഡാഡ്. ശരി ഓക്കെടാ എന്നെ പറഞ്ഞ ഡാഡി ഇവിടെ നിന്ന് പോയി. ഡാഡി പറഞ്ഞു കേട്ടി എനിക്ക് ടെൻഷനാ. എന്നെ ടെൻഷനിൽ പോയിരുന്നു. അതെ, പറഞ്ഞു +2 ആണ് പഠിക്കുന്നത്. നമുക്ക് ടെൻഷൻ അവിടെ നിന്ന് പോയായിരുന്നു. ശരി, ഓക്കെ, നമുക്ക് ഇപ്പോൾ ഹീറോയിനെ നോക്കാം. ഹീറോയിൻ വഴക്ക് പറയുന്നു, അമ്മ എന്ന് പറഞ്ഞ വഴക്ക്. അതിനായിട്ട് ഫ്ലൈറ്റ് പോകുന്നത്. ഇപ്പോൾ ഡൽഹിക്ക് ഹീറോയിൻ അങ്ങനെ ഫ്ലൈറ്റ് പറഞ്ഞ് ഡൽഹിക്ക് ഹീറോയിൻ പുറപ്പെടാൻ റെഡിയായിരുന്നു. ഇവിടുന്ന് തിരിച്ച് പാക്കപ്പ് ചെയ്ത ഹീറോയിൻ ഒറ്റ ഓടിപ്പോയെന്ന്. നിക്കടി ഇങ്ങനെ പറയുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ വന്നായിരുന്നു. വണ്ടിയിൽ കയറിക്കോ എന്ന് പറയായിരുന്നു ഹീറോയിൻ്റെ ചേട്ടൻ. ശരി, ഞാൻ പോവാ, ബായ് മമ്മി എന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം. ഹീറോയിൻ വണ്ടിയിൽ കയറി പോയിരുന്നു. അമ്മ തലക്കയ്യേക്ക എന്ത് വെച്ച് ചെയ്യാം. 2 കുട്ടികളുണ്ട്, ട്വിൻസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ അമ്മ വഴക്കുവര. അതെ, ഹീറോയിൻ ട്വിൻസാണ്, അത് മാത്രം ഫസ്റ്റ് ബോയ് ആണ്, ഗേളാണ്. ശരി, ഇത് വെച്ച് എന്ത് ചെയ്യാം എന്ന അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരാൾ പാവമായി ഇരിക്കുകയായിരുന്നു. അത് വേറെ ആരില്ലായിരുന്നു, ഹീറോയിൻ്റെ അനിയനായിരുന്നു പാവം. അയ്യോ, അമ്മ എന്നെ നോക്കാണല്ലോ. അമ്മ, എനിക്ക് ലേറ്റായി അമ്മ, എനിക്ക് പോണോ എന്ന് പറഞ്ഞ് ഒറ്റ ഓടിപ്പോയി. നിക്കടാ എന്ന് പറഞ്ഞായിരുന്നു. അമ്മ, എനിക്ക് സോറി അമ്മ, എനിക്ക് ലേറ്റായി അമ്മ എന്ന് പറഞ്ഞ് ഒറ്റ ഓടിപ്പോയായിരുന്നു. അതെ, വീണ്ടും ഏജാണ് ആ ചെക്കനെ തിരിച്ചോടിയായിരുന്നു. ഇവനെ വെച്ചിട്ട് ഒരു കാര്യമില്ല, എല്ലാം വേസ്റ്റ് എന്ന് പറഞ്ഞ് അമ്മ ഉണ്ട് തല കൈ വെച്ച്. ഹീറോയിൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ടിൽ 2 പേര് അങ്ങനെ 3 പേരും ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് പോയായിരുന്നു. ഫ്ലൈറ്റിൽ പോയ ഇങ്ങനെ കാക്കായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് വന്നത് പറയുന്നു. ഫ്ലൈറ്റിൽ കയറി അങ്ങനെയിട്ട് ഡൽഹിക്ക് എത്തി. ഡൽഹിയിൽ ഇങ്ങനെ കുറച്ച് നേരം പോകാൻ തുടങ്ങി. എങ്ങനെ കൊറിയക്ക് എത്തി. സമാധാനമായി എന്ന് പറഞ്ഞ് 2 പേർ വഴക്ക് പറഞ്ഞിട്ടായിരുന്നു. ഹീറോയിൻ പറയുന്നു. അങ്ങനെ റൂം ബുക്ക് ചെയ്തു. അതെ, 3 ബെഡ്റൂം ഉള്ളത്. അങ്ങനെയിട്ട് ഇരുന്നിട്ട് അവൾ സംസാരിക്കായിരുന്നു. അങ്ങനെയിട്ട് അനു പറയായിരുന്നു, ശരിടി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം, പോവാ എന്ന് പറയായിരുന്നു. ശരി എന്ന് ഹീറോയിൻ ഡ്രസ്സ് അവിടെ ജീൻസ് ടോപ്പ് ഇട്ട് ഹീറോയിൻ ഇറങ്ങി വന്നായിരുന്നു. നന്നായിട്ടുണ്ട്, ശരിടേ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് 2 പേർ പറഞ്ഞു, എനിക്ക് പിടിച്ച ആൾ കിട്ടുന്നില്ല അല്ലെ? അനു പറയായിരുന്നു. 2 പേർ കളിയൊക്കെ ആയിരുന്നു. പിടിച്ച മാതിരി എവിടുന്ന് കിട്ടിടി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ട് വായിക്ക് പറഞ്ഞു വരാതെ അങ്ങനെ ഒരാൾ ഇടിച്ചു. സോറി മാം എന്ന് പറഞ്ഞു ഇവിടുന്ന് പോയായിരുന്നു. ഇടി പോയാൽ എനിക്കായിരുന്നു, കിളി പോയാൽ എനിക്ക് നിന്നായിരുന്നു. മൊത്തത്തിൽ ഫ്ലാറ്റായി പോയി നിന്നിട്ടുണ്ട്. അത് 2 പേരും അതിനകത്ത് പൂജ പറയായിരുന്നു, എടി പ്രിയ, ഇവൾക്ക് ലൂസിടി, ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാ എന്ന് പറഞ്ഞ് 2 പേർ കളിയാക്കാം. ഇവളെന്തുടി മുണ്ടുന്നില്ല, നമുക്ക് വഴക്ക് പറയുമല്ലോ. അത് പൂജ പറയായിരുന്നു. അല്ലടി അനു എന്ന് തിരിഞ്ഞു നോക്കുക. അനു അവിടെ നിൽക്കുമ്പോൾ കുന്തമാതി നിന്ന് വെക്കായിരുന്നു. അനു എന്ന് വെച്ച് എവിടെ പോയി ആരടി? എനിക്ക് കറക്റ്റ് പാർട്ട്ണറിനെ കണ്ടുപിടിച്ചു എന്ന് വെക്കപ്പെടായിരുന്നു. അയ്യോ, ഇവൾക്ക് എന്തടി, എനിക്ക് വിഷയവും മറ്റി, എനിക്ക് പിടിച്ച മാതിരി ആളിനെ കണ്ടുപിടിച്ചു. എടി
പിടിച്ച മുലാള എവിടെടി അറിയില്ല മച്ചി എവിടെ പോയി എന്നെ കയറി കൺഫ്യൂസ് ആയിരുന്നു. മച്ചി ഞാൻ കണ്ടുപിടിച്ചു എന്നെ പറയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയടി കണ്ടുപിടിക്കാൻ പറ്റൂ? ശരി ഞാൻ ഡ്രോയിങ് പഠിക്കാം, 3 നാൾ കഴിഞ്ഞിട്ട് പോവാ, ഞാൻ ഡ്രോയിങ് റെഡിയാക്കി വെക്കാം എന്നെ പറയുന്നത്. തലക്കൈ വെച്ചത് അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് അങ്ങനെ ഡ്രോയിങ് കളിക്കായിരുന്നു. അന്ന് കണ്ണ് മൂക്ക് നിരിച്ചിട്ട് ഡ്രോയിങ് കളിക്കായിരുന്നു. അങ്ങനെ വീണ്ടും ഡ്രോയിങ് വരച്ചായിരുന്നു ഹീറോയെ കാത്തിരിക്കാൻ. അങ്ങനെ ഫ്രണ്ട്സ് വന്നു. മച്ചേ എന്നിട്ട് കഷ്ടം ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി ടോർച്ചർ. ഇവിടെ ടോർച്ചർ ആയോ വിളിക്കുന്ന ഫോണാക്കിയിട്ട് എന്ന് പറഞ്ഞ ഉറക്കത്തിൽ എണിച്ചിട്ട് വന്നായിരുന്നു. എന്താടി വാടി ഫോട്ടോ റെഡി ചെറിയൊക്കെ എന്നെ റെഡ് ഫ്രണ്ട്സ് വന്ന് ഫോട്ടോ കാട്ടിയായിരുന്നു. എങ്ങനെയടി കണ്ടുപിടിക്കാൻ പറ്റൂ? ശരി ഹീറോയെ പറയായിരുന്നു, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം, നിങ്ങൾ ഷോപ്പിംഗ് പോവും എന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് കുറച്ച് റെസ്റ്റ് വേണോ എന്ന് പറയുന്നത്. ഹീറോ റെസ്റ്റ് എടുക്കാറുണ്ട്. അങ്ങനെ 2 പേരും ഇങ്ങനെ ഷോപ്പിംഗ് പോയിരുന്നു. അങ്ങനെ 2 പേർ ഷോപ്പിംഗ് പോയിരുന്നു. എന്ത് മേങ്ങ എന്ന് ചോദിച്ചാൽ പ്രിയ പറയായിരുന്നു, എടി ഞാൻ കുറച്ച് മേങ്ങിയിട്ട് വരാം, ഫ്രൂട്ട് മേങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ സൈഡ് പോയിരുന്നു. ഞാൻ പച്ചക്കറി എന്താണെന്ന് മേങ്ങ അങ്ങനെയായിട്ട് പറയായിരുന്നു. ഒരാളിടിച്ചു സോറി പറഞ്ഞിട്ട് പോയായിരുന്നു. ആരാ ഇത് എന്നെ ഇടിക്കുന്നതെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പൂജക്ക് ഷാക്കായിരുന്നു. ഇവനിവിടെ കണ്ട മതിയാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഫോൺ നോക്കി വീണ്ടും നോക്കാൻ തുടങ്ങി. അയ്യോ ഇവളാണ് ഇവ തേടുന്ന ആളല്ലോ എൻ്റെ ഇത്. ഇപ്പം എന്താ ചെയ്യുക? ഇവിടെ ഫോൺ ചെയ്യുക. എടി രാശിച്ചി എന്നടേ എന്നെ രാശിച്ചി വിളിക്കുന്നത്? എടി ഇതെല്ലാം ഓർഡർ വാങ്ങിക്കോ, ഞാൻ 1 മിനിറ്റ് ഞാൻ ഫോളോ ചെയ്തിട്ട് വരാം. എന്തടി എന്ന് പറഞ്ഞാൽ എടി നീ കാറിൽ നിന്ന് വാ, ടാക്സിയിൽ ഒന്ന് വാ, ഞാൻ എസ്തർ പണം എന്ന് പറഞ്ഞാൽ അവൾ ഫോളോ ചെയ്തിട്ട് പോയായിരുന്നു. ഒരു കാർ വന്നായിരുന്നു. മാസ്റ്റർ കയറിക്ക് വണ്ടിയിലെന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് വീക്ക് കുക്കിംഗ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് വീക്ക്. അങ്ങനെ ഷോപ്പിംഗ് ചെയ്ത് വണ്ടി കാറിൽ കയറിയായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് വന്ന് നോക്കാം വലിയൊരു മാൻഷൻ. അതിൽ കാറിൽ ഇരിച്ചായിരുന്നു. വാച്ച്മാനോട് കേൾക്കായിരുന്നു, നിങ്ങൾ ആരാണ്? ഇല്ലപ്പാ ഞങ്ങളൊരു ഫ്രണ്ട് പറയുന്നത്. ആരാ ഫ്രണ്ട്? അങ്ങനെ അവൾക്ക് ഫ്രണ്ട് പറയുന്നു. നിങ്ങൾ വലിയ ആൾ മറിയുണ്ടല്ലോപ്പാ എന്ന് അവർ പറയുന്നത്. അവൾക്ക് മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടീച്ചറാണോ എന്ന് പറഞ്ഞ് ടീച്ചറാ എന്നത് കൺഫ്യൂസ് ആയിരുന്നു. അതെ ടീച്ചറാണ്. അകത്ത് പോയിരുന്നല്ലോ. അത് ഇങ്ങനെ ടീച്ചറാണ് എന്ന് ചുമ്മാ പറയാതെ പറയാതെ അതിൽ ഒരാളെ പറഞ്ഞു ടീച്ചറാണോ ടീച്ചറെന്ന് പറയായിരുന്നു. എന്താ അകത്ത് പോയത് എന്ന് പറയായിരുന്നു. സാർ അകത്ത് പോയതാണ് എന്നിട്ട് പറയായിരുന്നു. അതിൽ പറഞ്ഞ